പൊന്നാനി ഞങ്ങളെ ഈ സോറി സമദാനി സാർ തന്നെ ജയിക്കും. ജയിക്കണം എന്നാണ് എൻ്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാഴ്ചപ്പാടിൽ സമദാനി വരണമെന്നുള്ളതാണ്. പൊന്നാനിയൊക്കെ ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. പറയാനൊന്നുമില്ല, സമദാനിയെ പോവുള്ളൂ. മറ്റൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കോട്ടക്കൽ, തിരൂരങ്ങാടി മണ്ഡലങ്ങളിലൂടെയാണ്. UDFന്റെ ഉരുക്കുകോട്ടയായ നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടക്കലും തിരൂരങ്ങാടിയും. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും മൃഗീയ ഭൂരിപക്ഷം UDFന് നൽകിയ 2 മണ്ഡലങ്ങളാണ് കോട്ടക്കലും തിരൂരങ്ങാടിയും. നമുക്ക് നോക്കാം ഇവിടെയുള്ള വോട്ടർമാരുടെ അഭിപ്രായം. പൊന്നാണി മണ്ഡലം ഇപ്പോൾ ആര് ഭരിക്കുന്നു ഇപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ നമുക്ക് പറ്റൂല. ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചാൽ നന്നായിരിക്കും. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ നല്ലൊരു നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് അതും വലിയൊരു പ്രതീക്ഷ ഇല്ലാത്ത ലെവലിലാണ്. ജയിക്കണം എന്നാണ് എൻ്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം നല്ല ഭരണമാണ്. BJP കോൺഗ്രസ് രാഹുൽ ഗാന്ധി വരണം. BJP പോകണം, എന്നാലേ നമ്മളെ ഇന്ത്യ നിലനിൽക്കുള്ളൂ. ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമല്ലേ? ഈ കോലത്തിൽ പോയാൽ കേരളമല്ല, കേന്ദ്രം ഒക്കെ അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്? വളരെ മോശം അവസ്ഥയല്ലേ കിടക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് എല്ലാവരും. സാമ്പത്തികമായിട്ട് ആരുടെ അടുത്തും പൈസ ഇല്ല, നാട്ടിലൊരു വ്യവസായം ഇല്ല, വ്യവസായങ്ങളൊക്കെ ഉള്ളത് പൂട്ടിപ്പോവുകയും ചെയ്തു. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. പൊന്നാനി ഞങ്ങളെ ഈ സോറി സമദാനി സാർ തന്നെ ജയിക്കും. പറ്റിയിട്ടാണ് പറയുന്നത്. ഇലക്ഷൻ്റെ ഞാൻ UDF പറഞ്ഞാൽ UDF ജയിക്കുള്ളൂ. സമദാനി ജയിക്കണം. കാഴ്ചപ്പാടിൽ സമദാനി വരണമെന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാവുമല്ലോ. അങ്ങോട്ട് തീരാനും പറ്റുക, അങ്ങോട്ട് തീരാനും പറ്റാത്ത, പെരയെടുക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഭരണം മാറണം, എന്നാലേ നമ്മളൊക്കെ കഴിച്ചിലാവുള്ളൂ. അതൊന്നും പറയാം, നമുക്കെങ്ങനെ ആരാ ജയിക്കാന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അല്ല കണക്കാക്കിയ മാതിരിക്ക് വരൂ, അല്ലാതെന്താ. പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. ഒക്കെ അവർ ഇതിൽ വന്നതെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല ദോഷമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് എങ്ങനെയാലും ഇപ്പോൾ UDF കിട്ടൂല, കിട്ടണവർ ഭരിച്ചോട്ടെ. LDF വളരെ മോശം. സമദാനി. പിണറായിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു നാട്ടിലെ നില മൊത്തത്തിൽ കേരളത്തിൽ നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും എല്ലാവരും പറഞ്ഞത് മോശമാണെന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന പരമാവധി ആൾക്കാർ പറഞ്ഞാൽ ഞാനൊരു ആദ്യത്തെ ഭരണകാലത്ത് നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പിണറായിയുടെ ഒരു പ്രസംഗം വരുമ്പോൾ ഫുള്ള് പോസിറ്റീവ് കമൻസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏത് ഇതിനിടയിലും ഫുള്ള് നെഗറ്റീവും പോരാത്തതിന് തെറികളുമാണ്. പൊന്നാനിയൊക്കെ ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. ഭരണം പോരാ, ഒക്കെ വരാതെ. എനിക്ക് പറയാൻ പറ്റില്ല. സമദാനി തന്നെ സാധ്യത ഉള്ളൂ. പറയാനൊന്നുമില്ല, സമദാനിയെ പോവുള്ളൂ. മറ്റൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഞാൻ മാർക്കിസ്റ്ററിനാണ്. അപ്പം അവിടെ സമാധാനം ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഏകദേശം BJP തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാ സർവേയിലും അറിയുന്നത്. സമദാനി തീർച്ചയായിട്ടും. ഇന്ത്യൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പൊന്നാനി സമദാനി. കാരണം മറ്റേ ഇപ്പോൾ ഒരു ലീഗിൽ നിന്ന് ഒരാൾ പുറത്താക്കാൻ നിൽക്കുക, മറ്റൊരു ഏറ്റെടുക്കാൻ. 2 ലീഗാരെന്ന് പറയാൻ പറ്റുക അങ്ങനെ രീതിയിലാണ്. അപ്പോൾ അയാൾ പാണക്കാടൊക്കെ പോയിട്ട് ചിലപ്പോൾ
പൊന്നാനിയിൽ സമാധാനം ജയിക്കും, മലപ്പുറം വീട്ടിൽ ജയിക്കും. എല്ലാം പോലെ ഇണങ്ങുന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. കാരണം കുറേ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റിൽ അധികം BJP കളുള്ളത്. ഇപ്പോൾ രാജസ്ഥാൻ പോലെ പിന്നെ നമ്മളെ എന്താണ് മോദിയുടെ സ്ഥലം അവിടെയൊക്കെ കുറേ BJP മാത്രം വെച്ച സ്റ്റേറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച തെലുങ്കാന അല്ല, അവിടെ ഇന്ത്യ ബെൽറ്റിൽ തന്നെ നമ്മളെ പിന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങനത്തെ സ്റ്റേറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് BJPക്കായിരുന്നു. BJP തോൽക്കും, മാർക്സിസ്റ്റും തോൽക്കും. ധൈര്യമായിട്ട് ചെയ്തോളൂ. വളരെ മോശ ഭരണ പിണറായി സർക്കാരിൻ്റെ. ഈ കേരളം കണ്ടതിൽ ഏറ്റവും മോശം ഭരണം. അത് കോൺഗ്രസ്സിന്. സമാധാനം അതൊന്നും അതിന് മാറ്റമൊന്നുമില്ല. സമാധാനം മോശമാണ്. ഇന്ത്യ മുന്നണി. അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. നേട്ടം UDF വരണം. കുഴപ്പമില്ല, അല്ലാതെ ഒന്നും പറയാനില്ല. ജയിക്കണം എന്നല്ലേ സമാധാനം ജയിക്കും. അത് ഞാൻ ഒരു UDFൻ്റെ ഒരു പ്രവർത്തകനാണ്, മെമ്പറാണ്. അങ്ങനെ ഒന്നുമില്ല, നമ്മൾ പാർട്ടിക്കാരാകുമ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. പിണറായി സർക്കാരിന് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഭരണം വളരെ മോശമാണ്. പറഞ്ഞോളി. ഭരിക്കാൻ സമാധാനം ഭരിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറയും. അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. അത് BJP ആണ് ഭരിക്കുക, പക്ഷെ വരേണ്ടത് കോൺഗ്രസ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഹംസ ജയിക്കണം. പൊന്നാനി മണ്ഡലം ഒന്ന് മാറണം, അങ്ങനെയുള്ള ഒരു അഭിപ്രായം. കേന്ദ്രത്തിൽ BJP തന്നെ വരും.